വെൽക്കം ബാക്ക് ടു നഴ്സിംഗ് ഗുരു. KCET എൻട്രൻസ് എക്സാമിന് എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞില്ലേ? സോ നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഈ വർഷം KCET പ്രിപ്പറേഷൻ പ്രോഗ്രാം അഥവാ KCET റാങ്ക് മേക്കർ പ്രോഗ്രാം നഴ്സിംഗ് ഗുരു നിങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്ന് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പാക്കേജസ്, ഇതിൻ്റെ ബെനഫിറ്റ്സ്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കർണാടക എൻട്രൻസ് അതോറിറ്റിയാണ്, KEA ആണ് KCET എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ പാസ്റ്റ് കുറേ ഇയേഴ്സ് ആയിട്ട് ഇവിടെ നടക്കുന്ന ഒരു എക്സാം ആണ്. പക്ഷേ നഴ്സിംഗ് കോഴ്സിന്, പെർട്ടിക്കുലർലി നഴ്സിംഗ് കോഴ്സിന് ഈ വർഷം അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 3 years ആണ് കമ്പൽസറി ആയിട്ട് എക്സാം എഴുതിയേ പറ്റൂ. എസ്പെഷ്യലി കേരളത്തിൽ നിന്ന്, അതർ ദാൻ കർണാടക ഓർ എവിടെ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഈ എക്സാം എഴുതണം എന്നുള്ള നിർബന്ധം വന്നു തുടങ്ങിയത്. സോ കഴിഞ്ഞ വർഷം അതിന് മുൻപത്തെ വർഷമൊക്കെ കുറച്ചധികം ലിബറൽ ആയിരുന്നു നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. പക്ഷേ 2026 കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതും അതുവഴിയുള്ള അഡ്മിഷൻസിൻ്റെ ക്രൈറ്റീരിയാസ് പോകുന്നതും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഇയർ മീൻസ് +1 +2 നന്നായി പഠിച്ച് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? സോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അഥവാ നിങ്ങളുടെ സിലബസിനെ കുറിച്ച് +1 +2 പഠിച്ച സെയിം കാര്യങ്ങളാണ് നമ്മുടെ KEAയ്ക്കും വരുന്ന സിലബസ്. സോ ധാരണയുണ്ട് അല്ലേ? സോ എങ്കിൽ ഇതിനെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് KEA എൻട്രൻസിന് മേടിക്കാൻ സാധിക്കും. സോ നല്ല റാങ്ക് കിട്ടിയാൽ എന്താണ് അതിൻ്റെ ബെനഫിറ്റ്സ്? എന്താണ് ബെനഫിറ്റ്സ്? നമുക്ക് നല്ലൊരു കോളേജിൽ സെയിം ലൈക്ക് നിങ്ങൾ +2നൊക്കെ എങ്ങനെയാണോ അഡ്മിഷൻ എടുത്ത് സെയിം മെത്തേഡിൽ ഒരു കോമൺ അലോട്ട്മെൻറ്റ് ത്രൂ നല്ലൊരു കോളേജിൽ നിങ്ങൾ ഡ്രീം ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നല്ലൊരു കോളേജിൽ നല്ലൊരു ക്യാമ്പസിൽ 4 വർഷത്തെ നിങ്ങളുടെ നഴ്സിംഗ് പഠനം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രോപ്പർ കോളേജിൽ നല്ലൊരു അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് അല്ലേ? സോ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് ഈ KEA എൻട്രൻസ് എക്സാം നല്ല റാങ്കോടെ പാസ്സാവുക എന്നുള്ളതാണ്. സോ അതിനായിട്ടാണ് നഴ്സിംഗ് ഗുരു നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് വിത്ത് ദിസ് KCET റാങ്ക് മേക്കർ പ്രോഗ്രാം. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോവാം. So KCET program or KCET program പർട്ടിക്കുലർലി നഴ്സിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഫസ്റ്റ് ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാമും കോച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തത് നഴ്സിംഗ് ഗുരു ആണ്. സോ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം നഴ്സിംഗ് എൻട്രൻസ് എക്സാമിന് നമ്മളാണ് ഇപ്പോൾ കോച്ചിങ് കൊടുക്കാൻ പോകുന്നത്. സോ ലാസ്റ്റ് ഇയറിൽ നമ്മളൊരു 20-25 സ്റ്റുഡൻസിന് ഗൈഡൻസ് കൊടുത്തിരുന്നു. പ്രോപ്പറായിട്ട് അവർക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള അഡ്വൈസ് കൊടുത്തിരുന്നു. ഓക്കെ, സോ ഇവർ നമ്മൾ ത്രൂ ഓൺലൈനായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് നല്ലൊരു റാങ്ക് മേടിച്ച കുട്ടികളാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം നമ്മൾ 100 സ്റ്റുഡൻസ്, നമ്മുടെ ബേസിക്കലി നമ്മൾ 100 സ്റ്റുഡൻസിന് മാത്രമേ ഈ വർഷം ക്ലാസ് കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തു കൊടുത്ത് നമുക്ക് ചെറിയൊരു റിസൾട്ട് ഉണ്ടാവുന്നതിൽ നല്ലതാണ് എടുത്തു കൊടുക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിച്ച് നല്ലൊരു റാങ്ക് മേടിച്ച് നല്ലൊരു കോളേജിൽ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ലേ? സോ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സീറ്റ് ആണുള്ളത് 100 സ്റ്റുഡൻസിനാണ്. സോ എന്തുകൊണ്ടാണ് 100 സ്റ്റുഡൻസ് മീൻസ് അവർക്ക് 1-to-1 അറ്റൻഷൻ കിട്ടണം, നല്ല റാങ്ക് നേടണം, അതാണ് നമ്മുടെ എയിം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ KEA എൻട്രൻസ് എക്സാമിന് ഇനി ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നമുക്കറിയാം അല്ലേ, നിങ്ങളുടെ ചില ഫ്രണ്ട്സൊക്കെ നീറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ വർഷം എഴുതും, അല്ലെങ്കിൽ അവർ 1 year ഒക്കെ സ്റ്റഡി സെൻറ്റേഴ്സിൽ, കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ പോകും. അതർവൈസ് +1 +2ൻ്റെ കൂടെ തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്തൊരു ലോങ് ടേം പ്രിപ്പറേഷൻസ് അവർക്കുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ ഈ KEAയ്ക്ക് വേണ്ടിയിട്ട് ലോങ് ടേം പ്രിപ്പറേഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് കുറവായിരിക്കും നഴ്സിങ്ങിൻ്റെ കേസിൽ. സോ ഈ ഒരു എക്സാം ഓൺലി നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ല എഴുതുന്നത്. പകരം എൻജിനീയറിംഗ് പഠിക്കേണ്ടവർ, അഗ്രികൾച്ചറിൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ് കർണാടകയിൽ പഠിക്കേണ്ട എല്ലാ സ്റ്റുഡൻസും ഈ എക്സാമാണ് എഴുതുന്നത്. സോ അവർക്ക് ഒരു ദീർഘകാലത്തെ ഒരു പരിശീലനം ലഭിച്ചിട്ടുണ്ട്. സോ നിങ്ങളും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിലേ നല്ലൊരു റാങ്ക് നേടാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? നല്ലൊരു റാങ്ക് നേടണമെങ്കിൽ
ഈ കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ കിട്ടിയ കുട്ടികളോടൊപ്പം തന്നെ ഒരു ക്വിക്ക് റിവിഷൻ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്തേ മതിയാകൂ. നമ്മൾ വെറുതെ വന്ന് നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്ന് പഠിച്ച് ആ റാങ്ക് നേടാതെ അല്ലെങ്കിൽ ചെറിയൊരു റാങ്ക് മാത്രം നേടി തിരിച്ചു പോകുന്നതിലൊരർത്ഥമില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റുഡൻസ് റിക്വയർ ദ ക്വിക്ക് റിവിഷൻ ബിക്കോസ് നമുക്ക് ഏപ്രിലാണ് എക്സാം വരുന്നത്. സോ ഏപ്രിൽ 2 ദിവസമായിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മാർച്ച് മാസത്തിൽ നിങ്ങളുടെ +2ൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഏപ്രിൽ മാസം ഒരു കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരു മാക്സിമം നമുക്കൊരു 30 days ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു 30 days ഒരു ക്വിക്ക് റിവിഷൻ, ഫോക്കസ്ഡ് റിവിഷൻ ചെയ്യുക, നല്ല മാർക്ക് നേടുക, നല്ല റാങ്ക് നേടുക. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ KCET നഴ്സിംഗ് ഗുരു KEA റാങ്ക് മേക്കർ പ്രോഗ്രാം നിങ്ങൾക്കായി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ഹൈ വെയിറ്റേജ് സിലബസ് ഓൺ 30 days. സോ നമുക്കറിയാം, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിന് അറിയാം, നമ്മൾ ഇതിൻ്റെ സിലബസ് ഒക്കെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയപ്പോൾ തന്നെ സിലബസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നഴ്സിംഗ് ഗുരു ഒഫീഷ്യലിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് വിസിറ്റ് ചെയ്താൽ എങ്ങനെയാണ് സിലബസ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ സിലബസ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നഴ്സിംഗ് സ്റ്റുഡൻസിന് ഏതൊക്കെയാണ് സബ്ജക്ട്സ് വരുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. മാത്തമാറ്റിക്സ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. PCB ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നമ്മൾ എഴുതേണ്ട സബ്ജക്റ്റ്. സോ നമ്മുടെ എയിം ഈ ഒരു 30 days വെയിറ്റേജ്, സിലബസിൻ്റെ വെയിറ്റേജ് അനുസരിച്ചാണ് സിലബസ് അതിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിലബസിന് ഫോക്കസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുക. നെക്സ്റ്റ് വരുന്നത് സ്ട്രെങ്തൻ ദ കൺസെപ്റ്റ് ആൻഡ് MCQ പ്രാക്ടീസ്. നമുക്കറിയാം KCET എൻട്രൻസ് എക്സാം MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. ഒരു സൈഡിൽ കന്നഡയിൽ എഴുതിയിട്ടുണ്ടാവും, ഒരു സൈഡിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. സോ ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഇത്, എവിടെയാണ് എഴുതേണ്ടത്, ഇതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്, മാത്രമല്ല ഇവരുടെ എക്സ്പ്ലനേഷൻസ് ക്ലിയർ ആവണമെന്നില്ല അല്ലേ. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരിക്കും. പകരം ഈ MCQs എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്, ഏതൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ, അല്ലെങ്കിൽ ചിലപ്പോൾ എലിമിനേഷൻ പാറ്റേണോട് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പക്കായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ഈ ഒരു 30 days ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തരും. നെക്സ്റ്റ് വരുന്നത് improve the speed, accuracy and the confidence. നമ്മൾ സ്പീഡായിട്ട് ചെയ്യണം. നമ്മൾ സ്പീഡായിട്ട് ഹറിബറി വെച്ച് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒത്തിരി ടൈമിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. സോ കറക്റ്റ് ടൈമിങ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റണം. എക്സാമിൻ്റെ ഓവറോൾ ടൈമിങ്ങിനെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഇത്ര സമയം എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഓൾറെഡി കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി എക്സാം സെൻറ്ററിൽ കയറുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആൻസർ ബുക്ക്ലെറ്റിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ആക്യുറൻസി ആൻഡ് യുവർ കോൺഫിഡൻസ്. ഡെഫിനറ്റ്ലി നമുക്കറിയാം, ഇപ്പം +2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ വാച്ച് ചെയ്യുന്ന എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. സോ എങ്ങനെയായാലും നമ്മൾ ഈ എക്സാം സെൻറ്ററിലോട്ട് കയറുന്നതിന് മുൻപ് ഒരു ചെറിയ ടെൻഷൻ വരും അല്ലേ. അതെല്ലാവർക്കും വരും. എത്രത്തോളം പഠിച്ച ആളാണെങ്കിലും പഠിക്കാത്ത ആൾക്കാരാണെങ്കിലും ഒക്കെ ഒരു ടെൻഷൻ വരും. സോ ഈ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ഈ KE എൻട്രൻസ് എക്സാമിന്. ബിക്കോസ് നിങ്ങളും ലോങ് ടൈം പഠിച്ച ആളാണ്, 2 വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ സബ്ജക്ട്സ് അല്ലേ. സോ അതുകൂടാതെ ഈ റാങ്ക് മേക്കർ പ്രോഗ്രാമും പഠിച്ചിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹാളിൽ കയറുക. കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നന്നായി ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റും, അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. സോ അതും നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു തരും. സോ ടീച്ചേഴ്സിൻ്റെ കാര്യം നമുക്ക് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് 4 ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ്. സോ നഴ്സിംഗ് അല്ലാത്ത സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കുന്ന സ്റ്റുഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് മാത്സിന് മാത്രമായിട്ട് നമുക്കൊരു സാറുണ്ട്. അത് കൂടാതെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 2 മിസ്സും 1 സാറുമാണ് നമുക്ക് എക്സ്ട്രാ ഉള്ളത്. അപ്പോൾ ഈ ടീച്ചേഴ്സാണ് നിങ്ങളുടെ അക്കാഡമിക്കിൻ്റെ കോർഡിനേറ്റേഴ്സ്. സോ ദേ ആർ ഗൈഡിങ് യു. ഓക്കെ, സോ ഡെയിലി ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് അവരെ കാണാം. ഇനി വരുന്ന വീഡിയോസിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും മിസ്സുമാരുടെയും ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ്
need a structured time bound study plan. Yes, എന്തും പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ വാരി വലിച്ച് പഠിക്കാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നല്ല സ്കോർ കിട്ടും അല്ലടാ. നല്ല സ്കോർ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം, ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണം. സോ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ഈ നഴ്സിംഗ് ഗുരുവിൻ്റെ റാങ്ക് മേക്കർ പ്രോഗ്രാമിലൂടെ. ഓൾ റൈറ്റ്, സോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഓരോ പ്രോഗ്രാമും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ KEAയുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ, KE എൻട്രൻസ് എക്സാം നഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ ഓർ കംപ്ലീറ്റ് അസിസ്റ്റൻസ് നഴ്സിംഗ് ഗുരു ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇനി നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻസ്. ഓക്കെ, സോ നമ്മൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് പ്ലാൻ UP പ്ലാൻ, സെക്കൻഡ് RR പ്ലാൻ, തേർഡ് വൺ FB പ്ലാൻ. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് വൺ വരുന്നത് 30 ഡേയ്സ് പ്ലാൻ ആണ്. 30 ഡേയ്സ് പ്ലാൻ, 30 ദിവസത്തെ ഒരു പ്ലാന്. ഈ 30 ദിവസത്തെ പ്ലാൻ മീൻസ് KCET അൾട്ടിമേറ്റ് പ്രിപ്പറേഷൻ പ്ലാൻ എന്നാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേര്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഓരോ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ഡിഫറെൻറ്റ് ഗ്രൂപ്പും അവർക്കുള്ള മോക്ക് ടെസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് മനസ്സിലാകും വൺസ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം. ഓക്കെ, സോ ഈ KCET അൾട്ടിമേറ്റ് പ്രിപ്പറേഷൻ പ്ലാൻ 30 ഡേയ്സ് ആണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതുകൂടാതെ നെക്സ്റ്റ് വരുന്ന പ്രോഗ്രാമാണ് 15 ഡേയ്സ് പ്രോഗ്രാം. ബിക്കോസ് ചില സ്റ്റുഡൻസ് നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുന്നത് 30 ദിവസത്തിനൊക്കെ ശേഷമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇനി പഠിക്കാൻ 30 ദിവസം ഉണ്ടാവില്ല, 15 ഡേയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 15 ഡേയ്സ് പ്ലാനിന് ജോയിൻ ചെയ്യണം. 15 ഡേയ്സ് പ്ലാനിൽ KCET റാപ്പിഡ് റിവിഷൻ ബാച്ച് എന്നാണ് പറയുക. ഓക്കെ, റാപ്പിഡ് റിവിഷൻ പ്ലാൻ നമ്മൾ KCETക്ക് മാത്രമല്ല GNM BSc ഒക്കെ എക്സാംസിന് വേണ്ടിയിട്ട് റാപ്പിഡ് റിവിഷൻ പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 99% ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രൂഫ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. സമയം കിട്ടുന്ന പോലെ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് അല്ലേ നിങ്ങൾ, അപ്പോൾ ഒന്ന് ജസ്റ്റ് നഴ്സിംഗ് ഗുരുവിൻ്റെ പേജസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ, സമയം പോലെ. ദെൻ നെക്സ്റ്റ് ഈ 15 ഡേയ്സ് റാപ്പിഡ് റിവിഷൻ പ്രോഗ്രാം, അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു തരാം. സോ നെക്സ്റ്റ് വൺ ആണ് 10 ഡേയ്സ് പ്രോഗ്രാം. ഈ 10 ഡേയ്സ് പ്രോഗ്രാം എസ്പെഷ്യലി സ്റ്റുഡൻസിന്, നമ്മൾ ഏത് തരത്തിലുള്ള സ്റ്റുഡൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇപ്പോൾ നീറ്റോ അതുപോലെയുള്ള പല എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദെൻ അവർക്ക് KE കൂടി എഴുതണം. അപ്പോൾ അതിനൊരു അസിസ്റ്റൻസ് എങ്ങനെയാണ് ഈ KE എക്സാമിനെ നമുക്കൊന്ന് മെരുക്കാൻ പറ്റുക, അതൊന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്വിക്കായിട്ടുള്ള ഫൈനൽ ബൂസ്റ്റർ പ്രോഗ്രാം എന്നാണ് പറയുന്നത് 10 ഡേയ്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് 3 പ്രോഗ്രാമാണുള്ളത്. 30 ഡേയ്സ് പ്രോഗ്രാം, അതിനെയാണ് KCET അൾട്ടിമേറ്റ് പ്രിപ്പറേഷൻ പ്ലാന്. നെക്സ്റ്റ് 15 ഡേയ്സ് പ്രോഗ്രാം KCET റാപ്പിഡ് റിവിഷൻ ബാച്ച് ആൻഡ് 10 ഡേയ്സ് പ്രോഗ്രാം KCET ഫൈനൽ ബൂസ്റ്റർ പ്രോഗ്രാം ഓർ FB പ്രോഗ്രാം. ഓക്കെ, ഇനി ഓരോ ബാച്ചിനെ കുറിച്ചും ആ ഒരു പ്ലാൻ എടുത്താൽ നിങ്ങൾ എത്ര രൂപയാണ് അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും നിങ്ങളുടെ ബെനഫിറ്റ്സും എല്ലാം ഞാനിപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞു തരും. ഓക്കെ, സോ കാരണം എന്തിനാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എഗെയിൻ ആൻഡ് എഗെയിൻ നമുക്ക് ലോട്ട് ഓഫ് എൻക്വയറീസ് വരാറുണ്ട്. സോ ഓരോരുത്തർക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും നല്ലതാണല്ലേ ഏറ്റവും ബെറ്ററായിട്ട് എല്ലാത്തിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, സോ 30 ഡേയ്സ് പ്രോഗ്രാം പറഞ്ഞു അല്ലേ. 30 ഡേയ്സ് പ്രോഗ്രാം KCET അൾട്ടിമേറ്റ് പ്രിപ്പറേഷൻ പ്ലാൻ. ഈ 30 ദിവസത്തെ പ്രോഗ്രാമിന് നിങ്ങൾ പഠിച്ചാൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്താൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ബെനഫിറ്റ്സ്? ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസ് ലഭിക്കും. എല്ലാ ദിവസവും 30 ദിവസം ക്ലാസ് ലഭിക്കും. 30 ദിവസം മീൻസ് അതിൽ സൺഡേ മൺഡേ ഒന്നും ഒഴിവാക്കില്ല. 30 ദിവസം നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കും. ഓക്കെ, സോ ഈ 30 ഡേയ്സ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതോ ലൈവ് സെഷൻസ് ഉണ്ടാവും, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ലൈവ് സെഷൻ മീൻസ് നിങ്ങൾക്ക് നമ്മുടെ മിസ്സുമാർ ടീച്ചർമാരൊക്കെ ക്ലാസ് എടുക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഫിസിക്സ് ക്ലാസ് ഒക്കെ എടുക്കുന്ന ടീച്ചർ സാറാണ്. അപ്പോൾ ടീച്ചർ സാറിൻ്റെയൊക്കെ ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആ ലൈവിൽ ജോയിൻ ചെയ്യുക. ലൈവിൽ ജോയിൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് 1-to-1 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ശാരിക മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട്. ശാരിക മിസ്സിൻ്റെ ക്ലാസ് വരുന്ന കെമിസ്ട്രിയിലാണ്. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മിസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡൗട്ടെല്ലാം ക്ലാരിഫൈ ചെയ്ത് തരിക. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇവരുടെ എല്ലാ ഓരോരോ വീഡിയോസ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വീക്കെൻഡ് ലൈവ് സെഷൻസ്. ഡെയിലി ക്ലാസ്സസ് റെക്കോർഡഡ് ബേസിൽ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ഈ വീക്കെൻഡ് ലൈവ്
ഒത്തിരി ബെനഫിഷ്യൽ ആയിരിക്കും. കാരണം വീക്കെൻഡ് ലൈവ് ചിലപ്പോൾ 1 hour 2 hour 3 hour ഒക്കെ സ്റ്റുഡൻസിൻ്റെ നീഡ്സ് അനുസരിച്ച് കണ്ടിന്യൂ ചെയ്തു പോകും. സോ ആ ഒരു വീക്കെൻഡ് ലൈവ് സെഷനിൽ നല്ല രീതിയിൽ ആ ഒരു 1 week കവർ ചെയ്ത് കംപ്ലീറ്റ് സിലബസിൻ്റെ ഒരു ക്വിക്ക് ഓറിയൻറ്റേഷൻ കാണും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വീക്കെൻഡ് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെക്ഷൻ ആയിരിക്കും. സോ ഡൗട്ട്സ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം, ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് നിങ്ങൾക്ക് മറുപടി തരാം, അതിൻ്റെ റാഷണൽ ദേ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മോക്ക് ടെസ്റ്റ്. 30 ദിവസത്തെ പ്രോഗ്രാം എടുത്താലും 15 days ആയാലും 10 days ആയാലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് മീൻസ് എന്താണ്? നമ്മുടെ ഒരു മോഡൽ എക്സാം അല്ലേ, മോഡൽ എക്സാം. സോ ഈ ഒരു മോഡൽ എക്സാം എവറി വീക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യും. എവറി സാറ്റർഡേ നിങ്ങൾക്ക് മോക്ക് എക്സാം ഉണ്ടാവും. ഓക്കെ, മീൻസ് മോഡൽ എക്സാം. സോ ഈ ഒരു മോഡൽ എക്സാമിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് മൺഡേ നിങ്ങളുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇനി ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യണ്ട, എനിക്ക് ഇൻഡിവിജ്വലായിട്ട് വേണം, ദെൻ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള പേഴ്സണൽ അസിസ്റ്റൻസ് വേണം എന്നുള്ള സ്റ്റുഡൻസിന് നമ്മൾ മൺഡേ നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ മോക്ക് ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സോ ഇത്രയും പ്രോഗ്രാമാണ്, ഇത്രയും ഫീച്ചേഴ്സാണ് നിങ്ങൾ ഈ 30 days പ്ലാൻ ചൂസ് ചെയ്താൽ ഉണ്ടാവുക. സോ ഇതിന് വരുന്ന പേയ്മെൻറ്റ് 9999 ആണ് കേട്ടോ. 10,000 rupees ആണ് ഈ ഒരു പ്ലാൻ. 30 ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് 10 days 30 ദിവസം കണ്ടിന്യൂസ് 1-to-1 ഓറിയൻറ്റേഷൻ, ലൈവ് സെഷൻ, എക്സ്പേർട്ട് ഗൈഡൻസ്, മോക്ക് ടെസ്റ്റ്, ഇതിനെല്ലാം നിങ്ങൾക്ക് വിത്തിൻ 10K നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിയാൻ പറ്റും അല്ലേ. സോ കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ആണ് 15 days പ്ലാൻ ഓർ KCET റാപ്പിഡ് റിവിഷൻ ബാച്ച്. KCET റാപ്പിഡ് റിവിഷൻ പ്ലാൻ ഓർ RR പ്ലാൻ. സോ RR പ്ലാൻ നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക്, നഴ്സിംഗ് ആയിട്ട് നേരത്തെ അറിയാവുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ പരിചയം ഉണ്ടാവും. നമ്മുടെ RR പ്രോഗ്രാം നമ്മളൊരു 2 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് RR പ്രോഗ്രാം. ഓക്കെ, സോ ഈ റാപ്പിഡ് റിവിഷൻ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഫസ്റ്റ്, ഡെയിലി ക്ലാസ്സസ് സെയിം ലൈക്ക് നിങ്ങൾക്ക് 15 ദിവസമേ ഡെയിലി ക്ലാസ്സസ് കിട്ടുള്ളൂ. ഓക്കെ, മറ്റേത് ഫസ്റ്റ് പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് 30 ദിവസമുണ്ട്, ഇത് 15 ദിവസമാണ്. നെക്സ്റ്റ് വരുന്ന വീക്കെൻഡ് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, സെയിം ലൈക്ക് വീക്കെൻഡ് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ഈ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനും ഒക്കെ പറ്റും. ദെൻ ഇതിനകത്തൊരു പർട്ടിക്കുലർലി 1 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനായിരിക്കും ക്ലാസ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാച്ചിലേക്ക് നമ്മൾ 100 സ്റ്റുഡൻസിനെയാണ് എടുക്കുക. ഈ 100 സ്റ്റുഡൻസിനെ ബൾക്കായിട്ട് ക്ലാസ് എടുത്താൽ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റുഡൻസിനെ ചിലപ്പോൾ 15 ആയിട്ട്, അല്ലെങ്കിൽ 10 ആയിട്ട്, 20 ആയിട്ടൊക്കെ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും, നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനായിരിക്കും കറക്റ്റായിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ, ഡെയിലി ടൈം ടേബിൾ ഉണ്ട്, വീക്ക്ലി ടൈം ടേബിൾ ഉണ്ട്, അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. സോ 1 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വരുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടെത്താം, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളാണ്, ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 1 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അത് കൂടാതെ തന്നെ സെയിം ലൈക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റും ഈ ഒരു 15 days പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനുണ്ടായിരിക്കും. നമ്മുടെ ഏത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്താലും അവർക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. ഓക്കെ, സോ ഈ ഒരു പ്ലാന് നിങ്ങൾക്ക് 55K ആണ് നിങ്ങൾക്ക് ലഭിക്കുക. സോ ഡെഫിനറ്റ്ലി നിങ്ങളിത് ചൂസ് ചെയ്യണം. ബിക്കോസ് ഈ ഒരു 3 പ്രോഗ്രാംസും ഒരു എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുക. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ്. സോ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്, ചെയ്യാൻ പോകുന്ന ഒരു വർക്കാണ്. സോ പ്രോപ്പർ ബേസ്, പ്രോപ്പർ ഗൈഡൻസ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോഗ്രാം ആണ് 10 days പ്രോഗ്രാം. സോ ഈ ഒരു 10 days പ്രോഗ്രാം ആണ് KCET ഫൈനൽ ബൂസ്റ്റർ പ്രോഗ്രാം ഓർ FB പ്ലാൻ. സോ ഈ ഒരു പ്രോഗ്രാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. സോ സെയിം ലൈക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട് അല്ലേ, ഞാൻ പറഞ്ഞു 3 എണ്ണത്തിന് മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഡെയിലി 10 days നിങ്ങൾക്ക് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ 10 ദിവസത്തെ പ്രോഗ്രാം ആകുമ്പോൾ 10 ദിവസം നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കും.
നെക്സ്റ്റ് വരുന്നതാണ് വീക്കെൻഡ് ലൈവ് സെഷൻസ് ആൻഡ് റിവിഷൻ. അറിയാം, ഈ 10 days പ്രോഗ്രാം ഒക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ +1 +2 ഈ ഒരു കംപ്ലീറ്റ് സിലബസിനെ എല്ലാം കവർ ചെയ്യാൻ പോസിബിൾ അല്ല അല്ലേ. പക്ഷേ ഇതിനെ റിവൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റിവിഷൻ ആണ് മെയിൻലി ഈ ഒരു 10 days പ്രോഗ്രാമിൽ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് റിവിഷനും നിങ്ങൾക്ക് ഇനഫ് ആയിരിക്കും, ബിക്കോസ് നിങ്ങൾ 2 എക്സാംസും ബോർഡ് എക്സാംസും എഴുതിയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട്. ഓക്കെ, സോ അതുകൂടാതെ തന്നെ നിങ്ങളുടെ ലൈവിൽ റിവിഷൻ സെഷൻസ് ഉണ്ട്, 1-to-1 സെഷൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ ഡിസ്കഷൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് QP ഡിസ്കഷൻ മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. എങ്ങനെയാണ് നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ ഒരു ഏരിയയിൽ കന്നഡയിലായിരിക്കും എഴുതുക, ഒരെണ്ണം ഇംഗ്ലീഷിലായിരിക്കും. സോ ഇതിൽ ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് പേജിൽ എവിടെയാണ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ എക്സാം ഹാളിൽ നമ്മൾ ടെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഇയറിലെ ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ പ്രോഗ്രാംസിലും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ. സോ മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ്. സോ ഈ മോഡൽ എക്സാം എപ്പോഴാണ് വരിക, എല്ലാ വീക്കെൻഡിലും നിങ്ങൾക്ക് മോഡൽ എക്സാം കിട്ടും. പക്ഷേ ഈ 10 days പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ വൺസ് ആയിരിക്കും നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവുക. അത് റാപ്പിഡായിട്ട് തന്നെ നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ഈ ഒരു പ്രോഗ്രാം വിത്തിൻ 3,500 നിങ്ങൾക്ക് ലഭിക്കും. സോ ഒരു 10 lakh 7 lakh 8 lakh ഒക്കെ കൊടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ബേസിക് പ്രോഗ്രാം വിത്തിൻ 3,500 മീൻസ് ഇറ്റ് ഈസ് വെരി വെരി അഫോർഡബിൾ ആണ്. സോ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതെ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. സോ ഇപ്പം തന്നെ കൺഫേം ആക്കുക ഏത് കോഴ്സാണ്. ഓക്കെ, ഈ ഒരു കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് എക്സ്ട്രാ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, കോളേജ് ഓറിയൻറ്റേഷൻ മീൻസ് നമുക്കറിയാം, നിങ്ങൾ കർണാടകയിൽ ചിലപ്പോൾ ബാംഗ്ലൂർ ഒക്കെ ആയിരിക്കും പഠിക്കുക. സോ ഈ പഠിക്കുന്ന സമയത്ത് കോളേജസിനെ കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ ഇല്ല. ഡെഫിനറ്റ്ലി അറിയാം അല്ലേ, ഒത്തിരി INC ഇഷ്യൂസ്, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ്, റാഗിങ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ നിങ്ങൾ ഏത് കോളേജാണോ ഇഷ്ടപ്പെടുന്നത് ആ കോളേജസിനെ കുറിച്ച് നിങ്ങൾക്ക് നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് എൻക്വയറി ചെയ്യാം. അവർ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ തരും. ഐ തിങ്ക് മോസ്റ്റ്ലി നിങ്ങൾ ചോദിക്കുന്ന കോളേജിലെ തന്നെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള അഡ്വൈസ് തരുന്നതായിരിക്കും. ഓക്കെ, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. സോ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് നഴ്സിംഗ് ഗുരുവിനെ ബിലീവ് ചെയ്യാം. കാരണം നഴ്സിംഗ് ഗുരു ഒരിക്കലും ഒരു ഏജൻസി അല്ല. നഴ്സിംഗ് ഗുരു ഈസ് ഒരു 4-5 years ആയിട്ട് നഴ്സിംഗ് സ്റ്റുഡൻസിനൊപ്പമുള്ള ഒരു നഴ്സിംഗ് സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് എൻഹാൻസ് ചെയ്യുക, എങ്ങനെ ഈ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ എൻഹാൻസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നഴ്സിംഗ് ഗുരു സ്റ്റാർട്ട് ചെയ്തത് പോലും. സോ നഴ്സിംഗ് ഗുരുവിൽ നിങ്ങൾക്ക് ബിലീവ് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാക്റ്റ് കോളേജിനെ കുറിച്ചുള്ള ഒരു ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്നതാണ് എക്സാം സെൻറ്റർ അസിസ്റ്റൻസ്. ആക്ച്വലി ഇത് ഞാൻ ആദ്യം പറയണമായിരുന്നു. എക്സാം സെൻറ്റർ അസിസ്റ്റൻസ് മീൻസ് കർണാടകയിൽ നമ്മൾ റീച്ച് ചെയ്ത് കഴിയുമ്പം ഒത്തിരി ചിലപ്പോൾ നിങ്ങളുടെ പപ്പയുടെയോ മമ്മിയുടെയോ ഒക്കെ കൂടെ ആയിരിക്കും വരുന്നത്. സോ നമുക്കുണ്ടാവുന്ന ഒരു ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ് 2 days ആണ് എക്സാം, 23 and 24. സോ സ്റ്റേ ചെയ്യണം. എവിടെ സ്റ്റേ ചെയ്യും, നല്ലൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ്, അതുപോലെ ഇവിടെ നമ്മൾ എക്സാം സെൻറ്ററിലോട്ട് പോകണം, എങ്ങനെയാണ് പോവുക, യൂബർ എങ്ങനെയാണോ അല്ല ടാക്സി, ചിലപ്പോൾ നമ്മൾ ഓട്ടോ വിളിക്കുമ്പോൾ അവർ എക്സ്ട്രാ ചാർജസ്, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ്, ലാംഗ്വേജ് ഇഷ്യൂസ്, സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള ഇഷ്യൂസ്. സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പേരൻസിനെ അലോ ചെയ്യില്ല. സോ പേരൻസ് ദേ നീഡ് ടു സിറ്റ് ഇൻ, അതായത് ഒരു സ്കൂളിലാണെങ്കിൽ അതിൻ്റെ എല്ലാം വെളിയിലിരിക്കേണ്ടതായിട്ട് വരും അല്ലേ, പുറത്തിരിക്കണം. സോ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് വേണ്ട അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടീം ഓഫ് പീപ്പിൾസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സാം സെൻറ്റർ അതുപോലെ അവിടെ നിങ്ങളുടെ അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ചൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെൻറ്റർഷിപ്പ് മീൻസ് നമുക്ക് കാരണം ഒരു 3-4 years ആയിട്ട് എസ്പെഷ്യലി നഴ്സിംഗിൻ്റെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ചിലർ ഇൻട്രസ്റ്റോടെ വരുന്നതായിരിക്കും, ചിലപ്പോൾ പേരൻസിൻ്റെ ഒരു ഫോഴ്സിൽ വരുന്നതായിരിക്കും. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ കുറവുണ്ടായിരിക്കും, ടെൻഷൻസ് ഉണ്ടായിരിക്കും. സോ യു റിക്വയർഡ് എ പേഴ്സണൽ മെൻറ്റർ. സോ പേഴ്സണൽ മെൻറ്റർഷിപ്പ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പ് മീൻസ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാം, നിങ്ങളുടെ പേരോ ഡീറ്റെയിൽസ് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് അഡ്മിഷൻ ഗൈഡൻസ്.
ബേസിക്കലി ടു ബി ഫ്രാങ്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ ഫീസസ്, അതുപോലെ തന്നെ വരുന്ന പ്രോപ്പറായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ്, കാരണം ഫസ്റ്റ് നമ്മൾ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കോളേജ് ചൂസ് ചെയ്യണം, നെക്സ്റ്റ് കോളേജ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അഡ്മിഷൻ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ മീൻസ് നിങ്ങളുടെ ഓവറോൾ KCET പ്രിപ്പറേഷൻ മാത്രമല്ല, KCET കഴിഞ്ഞ് നിങ്ങൾ എൻട്രൻസ് എക്സാം പാസ്സായി നല്ലൊരു റാങ്ക് കിട്ടുന്നത് വരെ മാത്രമല്ല, നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് വരെ, നഴ്സിംഗ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത് വരെ നഴ്സിംഗ് ഗുരുവിൻ്റെ KCET റാങ്ക് മേക്കർ പ്രോഗ്രാം നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ സ്റ്റഡീസിനായി നഴ്സിംഗ് ഗുരു ആപ്പും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ദെൻ എക്സാംസ് മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞു. ഈ എക്സാംസും മോക്ക് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ലാസ്റ്റ് ഡേയ്സ് ഓഫ് മോക്ക് ടെസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എക്സാമിൽ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാതെ ഇരിക്കരുത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഇപ്പോൾ സ്റ്റുഡൻസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരൻസിന് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നതെന്ന്. അപ്പോൾ പേരൻസ് ആണെങ്കിലും മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ എന്നിട്ട് വീട്ടിലൊന്ന് ഡിസ്കസ് ചെയ്യുക. സോ ഇത് ആവശ്യമാണോ എന്ന് ദെൻ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. സോ ഈ ഒരു 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇതിലേത് പ്ലാൻ, ആൻഡ് വൺ മോർ തിങ് ഞാൻ പറഞ്ഞു, നമുക്ക് 100 സ്റ്റുഡൻസിന് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഏത് പ്ലാനാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ പ്ലാന് ചൂസ് ചെയ്യുക. ഈ കാണുന്ന QR കോഡിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്ലിപ്പ് ഈ നമ്പറിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ദെൻ എലോങ് വിത്ത് യുവർ നെയിം, യുവർ ഗാർഡിയൻ നെയിം, യുവർ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പിന്നെ ചൂസ് ചെയ്യുക ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾ എക്സാമിന് സെൻറ്റർ എടുക്കാൻ ചൂസ് ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് പ്ലസ് യുവർ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ കാണുന്ന ഇതിലേതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾ പ്ലാനിൽ ജോയിൻ ചെയ്യുക. അതുമാത്രമല്ല, ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ. ഇനി ഇതിനപ്പുറത്തെ ഒരു എക്സ്പ്ലനേഷൻ, കാരണം ഇത് ഇച്ചിരി ലെങ്തിയാണ് എക്സ്പ്ലനേഷന്. ഇനി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാനാണെങ്കിൽ ഈ നമ്പർ 9241342404 എന്ന് പറയുന്ന നമ്പറിൽ കോൾ ചെയ്ത് ചോദിക്കുക. ദെൻ 6282650553 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജോ വോയിസ് മെസ്സേജോ ഒക്കെ ആയിട്ട് അയച്ച് ഡിസ്കസ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ KCET റാങ്ക് മേക്കർ പ്രോഗ്രാം. ഓക്കെ, സോ എന്തിനാണ് നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യുക? സോ എന്തിനാണ് ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ കോഴ്സാണ് ചൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നല്ല ബേസിൽ തന്നെ ചൂസ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക KCET റാങ്ക് മേക്കർ പ്രോഗ്രാം. ഇത് നഴ്സിംഗ് ഗുരു എക്സ്ക്ലൂസീവ്ലി ആസ് പെർ ഞങ്ങൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നതാണ്. സോ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക.